Good morning, all. Morning, ma'am. Good 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 morning, ma'am. Yeah, good morning to all. Okay, then how are you all? Fine. 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 Okay. Fine. Fine. Yeah, first of all, I introduce myself. I'm Ashwari, your English trainer. Okay. Yeah. So, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തല്ലോ എല്ലാവരും. ഓക്കെ, റെഡി ആണോ? Yes, ma'am. എന്താണ് റെസ്പോൺസ് കുറവാണല്ലോ. റെഡി? Ready, ma'am. Ready, ma'am. Ready, ma'am. Yes. Okay. So, Ready, ma'am. എന്തോ? ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാം എല്ലാവരും. ഓക്കെ, എല്ലാവരും ഒന്നിച്ച് പറയണ്ട, ഓരോരുത്തരായിട്ട് പറയാം. ഓക്കെ, പറയൂ ദിവ്യ. എന്താണെന്നും മിണ്ടാത്തേ? ആ, പറയൂ. ദിവ്യ കേൾക്കുന്നുണ്ടോ? Can you hear me? Are you audible? Hello, ma'am. Yes, ദിവ്യ. Hello. കേൾക്കുന്നുണ്ടോ? ദിവ്യ കേൾക്കാം. ദിവ്യ മാത്രം അൺമ്യൂട്ട് ചെയ്യാം, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യാം കേട്ടോ. പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്, മ്യൂട്ട് യുവർ മൈക്ക്. ഓക്കെ. Hello, ma'am. Hello. ദിവ്യ കേൾക്കാം. So, introduce yourself, ദിവ്യ. എന്റെ പേര് ദിവ്യ. എന്റെ വീട് ഇവിടെ ചങ്ങമനാടാണ്. അപ്പൊ ഞാൻ ഇവിടെ എം.കോം കഴിഞ്ഞു. അപ്പൊ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ഒരു കുഞ്ഞു മോനുണ്ട്. അവന് ഇപ്പൊ 9 മാസമായി. അപ്പൊ ഇപ്പൊ രണ്ടാമത് പഠിക്കാൻ വേണ്ടി തയ്യാറെടുക്കണം. അല്ല, ഞാൻ വർക്ക് ചെയ്തിരുന്നു. ഞാൻ എം.കോം കഴിഞ്ഞിട്ട് ഞാൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഡിപ്ലോമ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് കിങ്ഫ്ര ബിസിനസ് പാർക്ക് കൊരട്ടിയില് അവിടെ ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് കോർഡിനേറ്റർ ആയിട്ട് ഞാൻ 2 കൊല്ലം വർക്ക് ചെയ്തു. പിന്നെ മോനായി കഴിഞ്ഞപ്പോ പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്നു. പിന്നെ രണ്ടാമത് ഇനി ഞങ്ങൾക്ക് അവിടെ രണ്ടാമത് കയറാൻ പറ്റില്ല. വേറെ ആള് വന്നു. ആ സമയത്ത് നമുക്ക് വർക്ക് ഫ്രം ഹോം ആയിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വേറെ ആള് വന്ന കാരണം ഇനി അവനൊന്ന് ശരിയാവണ ഇനി ജോലിക്കൊന്നും പോകാൻ പറ്റാലോ. അപ്പൊ ഇനി പഠിക്കാന്ന് വിചാരിച്ചു. Okay, then you choose administration. Okay. Okay, Divya. Thank you, ma'am. Okay. Then who is next? Next ആരാ പറയാം? എല്ലാവരും വരൂ. ഓക്കെ, ഞാൻ പറയാം. കോൺഫിഡൻറ്റോട് കൂടി ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇംഗ്ലീഷ് പറയണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഞാൻ പറയാം. പറയണോ എന്നോർത്ത് പേടിക്കണ്ട. ഞാൻ പറയാം. ഓക്കെ, ഹലോ മാം, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറയൂ. എൻ്റെ പേര് സ്വാതി. ഞാൻ ഇവിടെ പത്തനംതിട്ട ജില്ല മലയാളപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. എനിക്ക് 2 കുട്ടികളുണ്ട്. മാരീഡ് ആണ്. അവര് ഇപ്പൊ മൂത്തയാൾക്ക് 6 വയസ്സ്, ഇളയാള് 4 വയസ്സായി. രണ്ടുപേരും ഇപ്പം ഇളയാളെ സ്കൂളിലൊക്കെ ചേർക്കാറായി. എന്തോ പഠിച്ചെന്തായിരുന്നു? ഞാൻ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ ഒരു ജോലി, പെട്ടെന്നൊരു ജോലി വേണമെന്ന് ആഗ്രഹം തോന്നി. അപ്പോഴാണ് ഈ കോഴ്സിനെ കുറിച്ച് കണ്ട് അങ്ങനെ പഠിക്കാമെന്ന് തീരുമാനിച്ചത്. എല്ലാവരും ഹൗസ് വൈഫ്സ് ആണ്. അതെ.
അതെ. Okay. Yeah. ആ പേരെന്തായിരുന്നു? സ്വാതി. സ്വാതി. Yeah. Okay, സ്വാതി. ഓക്കെ മാം. So, ഇനി next ആരാ? പെട്ടെന്ന്. പ്രത്യേകിച്ച് ഇന്ന് ക്ലാസ് ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് Hi ma'am, how are you? Yeah, always good. Yeah, okay. എൻ്റെ പേര് റസിയ. I'm from Kollam and I'm a student. I'm studying a BA English in IGNOU and Yeah. that's it. I'm 19 years old. Okay, yeah. Yeah, okay. പേര് റസിയ ആണോ? Yes ma'am, Rasiya. റസിയ. Okay, റസിയ. Yeah, ഇനി next. Who's next? Good morning ma'am. Hello, ma'am. Yeah, hello. ഹലോ. Yeah, പറയൂ ധന്യ. എൻ്റെ പേര് ധന്യ. ഞാൻ തൃശ്ശൂര് തൃപ്രയാർ അടുത്ത് ഇടമുട്ടുന്നത് അവിടെയാണ്. എനിക്ക് 2 കുട്ടികള്. താഴെയുള്ള ആള് 2.5 വയസ്സാണ്. അതുകൊണ്ട് ഒരു കോഴ്സിനും പോവാണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞപ്പോ ഒന്ന് അറ്റൻഡ് ചെയ്യാം എന്ന്. പിന്നെ ജോലിയും നമുക്ക് ആവശ്യമാണല്ലോ. ഞാൻ +2 വരെയാണ് പഠിച്ചത്. +2 കൊമേഴ്സ് ആണ്. എനിക്ക് 35 വയസ്സുണ്ട്. അപ്പൊ കുറെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്, പേടിയുണ്ട്. ഇപ്പൊ കുറെ വർഷമായില്ലേ, നമ്മൾ 2007 +2 കഴിഞ്ഞതാണ്. അപ്പൊ അതിന്റെ ഒരു തപ്പിപ്പിടുത്തൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് പഠിക്കാം. എനിക്കൊന്നും വേണ്ട. ഓക്കെ. ആ, താങ്ക് യു മാം. Next. Hi, ma'am. Good morning. Yeah, morning. My name is Shreya Sukumaran. I'm coming from Wayanad, Mananthavadi. I completed my BTech degree in electronics instrumentation, and I'm expert in business development management field. Also, an expert as an artist. I have received numerous awards in my college for pencil drawing and painting. Also, I have honored with the Chitrapratibha Award in Polytechnic College. And in SLC, I received the Best Cadet Award in NCC. I have been happily married for 1 year and 3 months. And we have a 3-month-old baby who is a bundle of joy for our small family. I'm passionate about my artwork and my free time. I enjoy petting animals and cultivating plants, flowers. That's it. That's it. Okay. Well, the artist are. Okay. Yeah. Okay. Shreya. Yeah. Next. Good morning ma'am. Morning. എൻ്റെ പേര് കാർത്തിക. ഞാൻ തൊടുപുഴയിലാണ് എൻ്റെ താമസം. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടുത്ത കോഴ്സ് എടുക്കുന്നത്. BA സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1 വർഷമായി. പക്ഷെ പ്രഗ്നൻ്റ് ആയി പോയതുകൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഞാൻ ഇതിലൊക്കെ വന്നത്. ഇപ്പം 2 മാസം, കൊച്ചിന് 2 മാസമായി. Okay. That's yeah. Okay. നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അംബീഷൻ കൂടെ പറയുന്നോ, എന്താണ് ആഗ്രഹം ടു ബിക്കം എനിത്തിങ്. ഓക്കെ. ഞാൻ അംബീഷൻ കൂടെ പറയാം. Yeah. So next. അനുല പറയൂ. പെട്ടെന്ന് സൈലന്റ് ആയോ? എന്ത് പറ്റി? ഹലോ മാം. യാ പറയൂ. എൻ്റെ പേര് ബി വിസുന. ഹലോ. യാ കേൾക്കാം, പറഞ്ഞോളൂ. എൻ്റെ പേര് ബി വിസുന. ഓക്കേ. ഇടുക്കിയിൽ നിന്നാണ്. യാ കണ്ടിന്യൂ. എനിക്ക് ചെറിയായിട്ട് റേഞ്ച് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാ കേൾക്കുന്നില്ല. I'm a housewife, 32 years old, BCom completed. That's it. Okay. Yeah. Okay. Next Tara. Hello, ma'am.
Yeah, hello. ഞാൻ ആഷ്ന, Okay. ഇടുക്കിയിൽ നിന്നാണ്, നെടുങ്കണ്ടം. ഞാൻ നഴ്സിംഗ് കഴിഞ്ഞായിരുന്നു. 2 കൊല്ലം ജോബ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് 3 പിള്ളേരുണ്ട്. അപ്പോൾ ഇളയ കുട്ടിക്ക് ഇപ്പം 4 വയസ്സാകുന്നേ ഉള്ളൂ. അപ്പോൾ കുറെ ഗ്യാപ്പ് ഉണ്ടായിരുന്നോണ്ട് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ ഇരുന്നപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞതും ഇതിൽ ചേർന്നതും. എനിക്ക് നല്ലൊരു ജോബ് ഇത് പഠിച്ച് ജോലി മേടിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം. Okay. Yes. താങ്ക് യു മാം. Okay. Then, okay, ഒരു കാര്യം ചെയ്യൂ. Tell me about your English. ഇംഗ്ലീഷിനെ കുറിച്ച് പറയൂ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് എങ്ങനെയാണ്? ഇംഗ്ലീഷ് അറിയോ? ഇനി അറിയില്ലെങ്കിലും അറിയില്ല എന്ന് പറയാം, അറിയെങ്കിൽ അറിയാന്ന് പറയാം. എന്താണ്? ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കൂട്ടത്തിൽ അതും കൂടെ ഒന്ന് പറയൂ. ഓക്കെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം? ഇങ്ങനെയാണ് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. I need your opinion. Yes. അറിയാം, പക്ഷേ റിപ്ലൈ ചെയ്യാൻ ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ട്. Yes. Okay. Any other problems? ഉണ്ടോ ആർക്കെങ്കിലും? ഗ്രാമർ അറിയാവുന്ന എത്ര പേരുണ്ട്? ഗ്രാമർ അറിയാം അല്ലെങ്കിൽ മിക്കവർക്കും ഞാൻ കേട്ടിട്ടുള്ളത് എങ്ങനെയാണ് ഇംഗ്ലീഷ് അറിയാം, ഫ്ലുവൻസ് അല്ല. കോമൺ പ്രോബ്ലം ആണത്. ഓക്കെ, ഇപ്പൊ ബേസിക് ഒട്ടും അറിയില്ല, അങ്ങനെയുള്ളവരുണ്ടോ? എന്താണെങ്കിലും നിങ്ങളുടെ പറയൂ, ഇംഗ്ലീഷിനെ കുറിച്ചുള്ളത് പറയൂ. അതിനുശേഷം മാത്രമേ എനിക്ക് ക്ലാസ് എങ്ങനെ എടുക്കണം എന്ന് എനിക്കൊരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, യെസ്, ഇംഗ്ലീഷ് അറിയാം, ഫ്ലുവൻസ് അല്ല. യെസ്, ഓക്കെ, എല്ലാം ഓക്കെ. കുറച്ച് കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുകയില്ല, കാരണം ഹൗസ് വൈഫ് ആയിട്ട് തുടർന്നിട്ട് 5-8 വർഷമായതാണ്. അപ്പം പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ചില കാര്യങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ടുള്ള വിഷയമേ ഉള്ളൂ. എങ്കിലും അത്യാവശ്യം അറിയാം. അത്യാവശ്യം അറിയാം. യെസ്, ഓക്കെ. ഇംഗ്ലീഷ് അറിയാം, ഫ്ലുവൻസ് അല്ല. ഇംഗ്ലീഷ് അറിയാം. ഓക്കെ, എല്ലാവരും റിപ്ലൈ ചെയ്യൂട്ടോ. ഓക്കെ, 50 above സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരുടെ ഒപ്പീനിയൻ അറിയണമെന്ന് എനിക്കുണ്ട്. ഓക്കെ, എത്ര പേർക്ക് ഇംഗ്ലീഷ് അറിയാത്തവരുണ്ട്? ഇംഗ്ലീഷ് അറിയാത്തതെന്ന് പറയുമ്പോൾ മീൻസ് ബേസിക് അറിയാത്തവര്. ഇംഗ്ലീഷ് പ്രോബ്ലം മലയാളം. ഓക്കെ, ഇംഗ്ലീഷ് ഇന്റർമീഡിയറ്റ് ആണ്. ഓക്കെ, ഗ്രാമർ അറിയില്ല, ഇംഗ്ലീഷ് അറിയാം, ഫ്ലുവൻസ് അല്ല. റോസ്മെരിക്ക് ഇംഗ്ലീഷ് അറിയാം, ബട്ട് നോട്ട് ഫ്ലുവന്റ് ഇൻ മലയാളം. ഓക്കെ, യെസ്, ഇംഗ്ലീഷ് ഫ്ലുവൻസ് ആണ്. യെസ്, ഇംഗ്ലീഷ് അറിയാം. യെസ്, ഇംഗ്ലീഷ് അറിയാം, ഫ്ലുവൻസ് അല്ല. ഓക്കെ, കുറച്ച് പേർക്ക് ഗ്രാമർ അറിയില്ല, ബേസിക് അറിയില്ല. ആണോ? Hi, ma'am. Yes. Yeah. Hi, ma'am. I'm Saranya. I'm from Puthamvelkira. മാം, എനിക്ക് ഇംഗ്ലീഷ് അറിയാം, ബട്ട് ഗ്രാമർ പ്രശ്നമുള്ളതുകൊണ്ട് കുറച്ച് കോൺഫിഡൻസ് കുറവാണ്. ഞാനൊരു വീട്ടമ്മയാണ്, 2 കുട്ടികളുടെ അമ്മയാണ്. മൂത്താള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും ഇളയ ആൾക്ക് 8 മാസം ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊരു ജോലി വേണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഇതിൽ ചേർന്നത്. ഇത് കുറേ നാളായിട്ട് ഞാൻ ഈ കോഴ്സിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനൊരു അവസരം വന്നപ്പോൾ ചേർന്നു. ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ പ്രശ്നമാണ്, കുറച്ച് പ്രശ്നമാണ്. കോൺഫിഡൻസ് കുറവ് ആവുന്ന ഇതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു. എല്ലാവർക്കും ഇംഗ്ലീഷ് കേട്ടാൽ അറിയാം അല്ലെ? കേട്ടാൽ അറിയാം, മനസ്സിലാകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് സെന്റൻസ് മേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. അങ്ങനെ സെന്റൻസ് മേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഗ്രാമർ ഒട്ടും അറിയില്ല എന്നാണ് അതിനർത്ഥം. ഓക്കെ,
ഗ്രാമർ കറക്റ്റ് ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ നമ്മളൊരു സെന്റൻസ് മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഗ്രാമർ നന്നായിട്ട് അറിയാം, എവിടേക്ക് എന്തൊക്കെ യൂസ് ചെയ്യണം എന്ന് കറക്റ്റ് ആയിട്ട് അറിയാം. മനസ്സിലായോ? അങ്ങനെ പ്രോബ്ലം ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടോ? അതായത് നമുക്ക് ഒരു മൂവി കാണുമ്പോൾ നമുക്ക് ഓക്കെ ഇംഗ്ലീഷ് അറിയാൻ പറ്റുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്, അവർ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതേപോലെ എടുത്ത് പറയാനും പറ്റുന്നുണ്ട്. പക്ഷെ കറക്റ്റ് ആയിട്ട് പറയുന്നത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നൊരു ടെൻഷൻ ഉണ്ട്. ആ ടെൻഷൻ വരുന്നത് നമുക്ക് ഗ്രാമർ അറിയാത്തത് കൊണ്ടാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ്. അപ്പൊ ആർക്കൊക്കെ ഗ്രാമർ എന്തായാലും നമ്മൾ ഗ്രാമർ പഠിക്കണം. Hello. പഠിക്കേണ്ടതല്ല. യെസ്, യാ റോസ്മേരി പറയൂ. I'm Rosemary. BCA through correspondence from IGNOU. Yeah. Actually, I work. Yeah, continue. 6 years old. Immature and condition is very bad. For that reason, I'm not working right now. Okay. Yeah. Actually, I'm from Karnataka and I got married here, Kannur. Okay. My parents are Malayali, but I'm not that much fluent in Malayalam. I can understand, I can speak little bit, but not 100%. Yeah, okay. Yeah. Okay, Rosemary. Yeah. Thank you. Okay, Malayalam അറിയാം. Sorry, Malayalam അറിയാം, English അറിയാം. Okay. So, ഞാനപ്പോ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലെ? എല്ലാവരും ആ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. മലയാളം മലയാളമല്ല, ഇംഗ്ലീഷ് അറിയാം, ഇംഗ്ലീഷിൽ കേട്ടാൽ മനസ്സിലാവുന്നത് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ എന്നാലും അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഗ്രാമർ അറിയാം എന്നൊരു തോന്നൽ വന്നിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ഒരു സെൻസ് വെക്കാനോ ഒരാളോട് ഫേസ് ടു ഫേസ് സംസാരിക്കാനോ അറിയില്ല അല്ലെ? അത് ആ ഒരു പേടി ഉള്ളത് എന്തുകൊണ്ടാണ്? നമുക്ക് കറക്റ്റ് ആയിട്ട് ഗ്രാമർ അറിയാത്തതുകൊണ്ടാണ് അല്ലെ? എല്ലാവരും പറയും ഗ്രാമർ വേണ്ട സംസാരിക്കുന്നത്, ശരിയാണ്, ഗ്രാമർ ആവശ്യമില്ല. പക്ഷെ നമ്മള് ബിഗിനേഴ്സ് ആണ് അല്ലെ? അത്യാവശ്യം നമ്മൾ എല്ലാവരും മെച്ചുവേർഡ് ആണ്. അപ്പോ നമുക്ക് നമ്മുടെ എല്ലാ ഫീലിങ്സും ഉണ്ട്. ഇപ്പൊ പറയുന്ന പേടി ഇതെല്ലാം വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഇപ്പോ കുഞ്ഞു മക്കള് മലയാളം പറയുന്നുണ്ട്, അവർ ഇംഗ്ലീഷും പറയുന്നവരുണ്ട് ചിലര് അല്ലെ? പക്ഷെ എന്താണ് അവർക്ക് ടെൻഷനോ പേടിയോ എന്നുള്ള ഒരു ഫീലിങ്സ് അവർക്ക് വരുന്നില്ല. അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല അല്ലെ? പക്ഷേ മ്യൂട്ട് ചെയ്യണോട്ടോ എല്ലാവരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് വരും ഞാൻ സംസാരിക്കുമ്പോ. ഓക്കെ? ഓക്കെ, അപ്പോ അവര് സംസാരിക്കുന്നത് അവർക്ക് അവര് ആ ടെൻഷനോ അല്ലെങ്കിൽ നെർവസ് അതൊന്നും അവര് അങ്ങനത്തെ ഫീലിങ്സിനെ കുറിച്ചൊന്നും ബോധേടല്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ ഒരു ഇൻസെക്യൂരിറ്റി ഇതെല്ലാം നമുക്ക് അപ്പോ വർക്ക് ചെയ്യുന്നുണ്ട്. അഥവാ ഇംഗ്ലീഷ് അറിയുന്നവരാണെങ്കിൽ പോലും നമുക്ക് ഒരു ഗ്രാമർ കുറച്ചെങ്കിലും അറിയാം. പക്ഷെ എന്നാലും പറയുമ്പോ ഞാൻ പറഞ്ഞ ഗ്രാമർ ശരിയാണോ കറക്റ്റ് ആണോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടോ എന്നോർത്തുകൊണ്ട് നമ്മൾ എന്താ പറയില്ല. ശരിയല്ലേ? ആ ഒരു പേടി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷെ നന്നായിട്ട് നമ്മൾ ഗ്രാമർ പഠിച്ച ഒരാൾക്കാണെങ്കിൽ ആ ഒരു പേടി വരുമോ? നിങ്ങൾ കോൺഫിഡന്റ് ആണ്, എനിക്ക് ഗ്രാമർ അറിയാം, എന്ന കാര്യങ്ങൾ ഇന്നോടത്ത് യൂസ് ചെയ്യണമെന്ന് എനിക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കോൺഫിഡൻസ് വരും. ആ പേടി എന്ന് പറഞ്ഞ സാധനം വരില്ല. ശരിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു സെന്റൻസ് മേക്ക് ചെയ്യാനും സിമ്പിൾ ആണ്, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്ക് അറിയാൻ പറ്റും. ആ ടൈമിൽ പേടി വരില്ല. ശരിയല്ലേ? അപ്പൊ സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഗ്രാമർ അറിഞ്ഞ് സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. സോ സംസാരിക്കണമെങ്കിൽ ഇതെല്ലാം അറിഞ്ഞത് കൊണ്ട് മാത്രമായില്ല. ശരിയല്ലേ? പ്രാക്ടീസ് ചെയ്യണം. യു മസ്റ്റ് പ്രാക്ടീസ് അ ലോട്ട്. ഓക്കെ? പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഏതൊരു ലാംഗ്വേജ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ? സോ ഞാൻ ഈ പറഞ്ഞ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആരൊക്കെ ഉണ്ട്? പറയൂ. ഫേസ് ചെയ്യാറുണ്ടോ? മാം, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഗ്രാമറിൽ കോൺഫിഡന്റ് അല്ല. ഐ എം നോട്ട് എക്സ്പേർട്ട് ഇൻ ഗ്രാമർ, ബട്ട് ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, ടോക്ക് ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ പീപ്പിൾ. എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഒട്ടും ഭയപ്പെടുന്നില്ല. ഒട്ടത്തെറ്റാണെങ്കിൽ ഓക്കെ, പറഞ്ഞു തീർക്കട്ടെ, ഓപ്പോസിറ്റുള്ള ആളെ റിപ്ലൈ തരുന്നുണ്ട്. ആ രീതിയിലാണ് ഞാൻ നോക്കുന്നത്.
എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറാണ്. അപ്പൊ ആ രീതിയിൽ പ്രസന്റേഷൻ എടുക്കേണ്ടി വരുത്തുണ്ട്. ഓരോ കോളേജുകളിൽ ചെന്ന് പ്രസന്റേഷൻ എടുക്കേണ്ടി വരുത്തുണ്ട്. സ്കൂളുകളിൽ പ്രസന്റേഷൻ എടുക്കേണ്ടി വരുത്തുണ്ട്. സോ ഐ ഹാവ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് അവിടെ ഉള്ളവർ പോലും ചോദിക്കാറില്ല. ഞാൻ ഒന്നും നോക്കാറില്ല. 300 പിള്ളേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 300 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ 300 സ്റ്റുഡൻസിനെയും ഒന്നും നോക്കാണ്ട് ഞാൻ കലപിലാ ഇംഗ്ലീഷ് പറയും. ഇതാണ് എന്റെ ഒരു സ്വഭാവം. എന്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. പക്ഷെ അവര് എന്ത് പറയുന്നു അവരെല്ലാം കേട്ടിരിക്കുന്നുണ്ട് എന്നല്ലാണ്ട് റിപ്ലൈ ഒന്നും എനിക്ക് തരത്തില്ല. ഞാൻ അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മാത്രം അവർക്കറിയുന്ന കാര്യങ്ങൾ പറയും. സോ ഇതാണ് എന്റെ ഒരു നേച്ചർ. എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഗ്രാമർ എന്ന് പറഞ്ഞ സാധനം അറിയില്ല. ബട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോ ഇംഗ്ലീഷുകാരോട് സായിപ്പന്മാരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ചിട്ട് നോർമൽ ആയിട്ടുള്ള ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിനോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് കമ്പനിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഐ ആം നോട്ട് എക്സ്പേർട്ട് ഇൻ ഗ്രാമർ. ഇതാണ് സത്യാവസ്ഥ. ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഇതിനുള്ള ഒരു പേടിയില്ല. എന്റെ ഹസ്ബൻഡിനെ കാട്ടി നന്നായിട്ട് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. അത് അദ്ദേഹം പറയാറുണ്ട്, എനിക്ക് നിന്നെക്കാട്ടി നന്നായിട്ട് ഗ്രാമർ അറിയാം, നിന്നെക്കാട്ടി നന്നായിട്ട് എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം, പക്ഷെ എന്തുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് എൻ്റെ പല പ്രാവശ്യം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ ഒരാൾ മുന്നിലും ധൈര്യമായിട്ട് സംസാരിക്കും. അത് തന്നെയാണ് ഹിന്ദിയുടെ കേസും അങ്ങനെ തന്നെയാണ് എനിക്ക്. ഇതാണ് എന്റെ ഒരു നേച്ചർ. മനസ്സിലായോ? അപ്പൊ ശരി, നന്നായിട്ട് കോൺഫിഡൻസ് ഉണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. മനസ്സിലായോ? നമുക്ക് എന്തും പറയാം. ആ ഒരു ധൈര്യം ഉണ്ട്. അതിപ്പോ എത്ര ഗ്രാമർ പഠിച്ചു വെച്ചിട്ടും അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും സംസാരിക്കില്ല. ഇത് 100% ഷുവർ ആണ് കേട്ടോ. നിങ്ങൾ എത്ര ഗ്രാമർ പഠിച്ചെന്നോ, നിങ്ങൾ അത്രയും നോളജ് ഉണ്ട്, നന്നായിട്ട് എഴുതും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ പറയുന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റൂ. അതിപ്പോ പൊട്ടത്തരമാണെങ്കിൽ നമ്മൾ സംസാരിക്കണം. അതിപ്പോ നമ്മുടെ കോഴ്സ് വൈസ് ആണെങ്കിലും ഇപ്പൊ ഇംഗ്ലീഷ് ക്ലാസ്സിൽ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാമെന്ന് ഞാൻ പറയുന്നില്ല. അറിയാത്തവരുണ്ട്, ഒരുപാട് പേര് സംസാരിക്കാത്തവരുണ്ട്. കാരണം ഇപ്പോ എല്ലാവരും സംസാരിച്ചു. ഇപ്പൊ ശ്രേയ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ഇതില് ഒട്ടും ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തവർ പോലും ഈ ക്ലാസ്സിൽ ഉണ്ടാകും. മനസ്സിലായോ? അത് അത്രയും ചിലപ്പോൾ ഗ്യാപ്പ് ഉള്ളവരായിരിക്കാം, ഒരുപാട് ഗ്യാപ്പ് ഉള്ളവരായിരിക്കാം. ചിലപ്പോ അവര് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. അതായത് തീരെ കോൺഫിഡൻസ് ഇല്ല, എന്നാലോ ഞങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ എത്തണം എന്നൊരു ആഗ്രഹം വെച്ചിട്ടായിരിക്കും ഈ കോഴ്സ് തന്നെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവർ നമ്മുടെ ക്ലാസ്സിലുണ്ട്. നന്നായിട്ട് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയവരുണ്ട്. ശരിയല്ലേ? അപ്പൊ നമ്മൾ കൂടുതലും, അതായത് ഞങ്ങൾ ആസ് എ ടീച്ചർ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നവർ അത്രയും കോൺഫിഡൻസ് ഇല്ലാത്തവരെയാണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അവരെ നമ്മൾ അത്രയും നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ നന്നായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ച് അവരെ പുഷ് ചെയ്ത് എടുക്കണം. മനസ്സിലായോ? അങ്ങനെയുള്ളവർ നമ്മുടെ ക്ലാസ്സിലുണ്ട്. ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പോലും പേടിയുള്ളവരുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിവൺ എന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാം. ആരെങ്കിലും ഉണ്ടോ അങ്ങനെ അത്രയും ഒരു ഭയങ്കര പേടി? ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സില്? എനിവൺ? ആരുമില്ല. ഇപ്പോ അറൌണ്ട് 50 above സ്റ്റുഡൻസ് ഉണ്ട്. ടെക്സ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ടെക്സ്റ്റ് ചെയ്യുന്ന വളരെ കുറച്ച് പേര് മാത്രമാണ്. ഓക്കെ, ഈ 50 ടെക്സ്റ്റ് മെസ്സേജ് ഒന്നും ഇവിടെ വരുന്നില്ല. മനസ്സിലായോ? മാം, ക്ലാസ് തുടങ്ങുമ്പോൾ 87 പേരുണ്ടായിരുന്നു. അതിൽ ഒരു ഒന്നാമത്തെ ക്ലാസ് കഴിഞ്ഞ് ബാക്കിയുള്ള തെറ്റിദ്ധരിച്ച് പോയതാണ് നെക്സ്റ്റ് ക്ലാസ് ഇല്ലാന്ന് വിചാരിച്ചിട്ട്. അത് ഒന്ന് ഗ്രൂപ്പിൽ പറയണം. ഓക്കെ, പൊതുവെ ഇംഗ്ലീഷ് പഠിക്കാൻ അങ്ങനെ ആർക്കും താല്പര്യം കാണാറില്ല. അതൊരു സത്യാവസ്ഥയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസിന്റെ കാര്യങ്ങളെല്ലാം പറയാം. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രാമർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിക് തുടങ്ങിയാണ് ക്ലാസ്സിൽ എടുക്കുന്നത് കേട്ടോ. ബേസിക് തുടങ്ങി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ ഓരോ ടെൻസ് വൈസ് ആണെങ്കിലും എല്ലാം കറക്റ്റ് ആയിട്ട്, ഗ്രാമർ കറക്റ്റ് ആയിട്ട് പറയുന്നു. അതിനുശേഷം പ്രാക്ടീസ് സെഷൻ ഉണ്ടാകാം, ടോപ്പിക് പ്രസന്റേഷൻ ഉണ്ട്. സോ ഇതെല്ലാം മാക്സിമം പ്രാക്ടീസ് ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പ്രസന്റ് ചെയ്യുക. കാരണം ഇപ്പോ കാണുന്ന ഈ സ്ട്രെങ്ത് കുറച്ച് ക്ലാസ് മുന്നോട്ട് പോകുമ്പോൾ പൊതുവെ ഉണ്ടാവാറില്ല. ഓക്കെ, അതുകൊണ്ട് പഠിക്കുമ്പോൾ വളരെയധികം ബോറിംഗ് ആയിരിക്കും ഇംഗ്ലീഷ്. കാരണം അത്രയും ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് ചോദിക്കട്ടെ ഞാൻ ഫസ്റ്റ്, ഇഷ്ടമാണ് എല്ലാവർക്കും?
ഇഷ്ടമാണ് മാം, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പേഴ്സണലി എന്താ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഇംപ്രൂവ് മൈ വൊക്കാബുലറി ആസ് വെൽ ആസ് മൈ fluency. So please help me a lot. And I really like your smile. Thank you. Most welcome. ഓക്കെ, ഇഷ്ടാണ്. ഈ ഇഷ്ടം അങ്ങോട്ട് മുന്നോട്ട് ഈ 6 month വരെയും പോണോട്ടോ, എല്ലാവരോടും കൂടി പറയാറുള്ള. ഓക്കെ, ബോർ അടിക്കരുത്. ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുമ്പോ എല്ലാവർക്കും ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ ബോർ അടിക്കാതിരിക്കുക. അഥവാ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ എല്ലാവർക്കും ഗ്രാമർ അറിയുന്നവരുണ്ടാകാം, അവരെ മാക്സിമം ഒന്നുകൂടെ പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഒട്ടും ഗ്രാമർ അറിയില്ല എന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. സോ അവർക്ക് എന്തായാലും ഞാൻ ഗ്രാമർ പഠിപ്പിക്കണം. അല്ലാതെ വെറുതെ ഞാൻ അവരെത്തിക്കൊണ്ട് കുറച്ചും കൂടെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുമ്പോ അവർക്കൊന്നും അറിയാതെ അവർ വെറുതെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. സോ നമുക്ക് ഗ്രാമറിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം, ബേസിക് തുടങ്ങാം. എല്ലാവരും ഹൗസ് വൈഫ് ആണ് അല്ലെ? എല്ലാവരും ഹൗസ് വൈഫ് ആണ്. ഗ്യാപ്പ് ഉള്ളവര്, ഒരുപാട് ഗ്യാപ്പ് ഉള്ളവരുണ്ടാകാം. പഠിച്ചിട്ട് ഒരുപാട് കല്യാണം കഴിഞ്ഞ മക്കളായി ഗ്യാപ്പ് ഉണ്ട്. എന്നിട്ടും ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഈ കോഴ്സിൽ ജോയിൻ ചെയ്തവരുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തവരുണ്ട് അല്ലെ? അത്രയും ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, പക്ഷെ അതിനുവേണ്ടി ഫസ്റ്റ് ഒരു കാര്യം പറയാണ്, പഠിക്കണമെങ്കിൽ സംസാരിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കും. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പറയുന്ന ഒരു ഫ്ലുവൻസി, ഫേസ് ടു ഫേസ് സംസാരിക്കാൻ പറ്റുക, കോൺഫിഡൻസ് വരാ. ഇതെല്ലാം നമ്മൾ ഇതെല്ലാ പ്രോബ്ലയും എന്താണ് ഫേസ് ചെയ്യാം ഫസ്റ്റ്. ഓക്കെ, ഇപ്പോ ശ്രേയ പറഞ്ഞു കേട്ടോ, അത് നമ്മുടെ ലൈഫില് നമ്മുടെ എല്ലാ പ്രോബ്ലംസ് ഫേസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതിന്റെ പവർ വേറെ ലെവലാണ്. ഓക്കെ, സോ മാക്സിമം എല്ലാവരോടും കൂടിയാണ്, ഒട്ടും സംസാരിക്കാത്തവരും എപ്പോഴും ബാക്കോട്ട് പോകുന്നവരോടും കൂടെ പറയാനുള്ളതാണ്, മാക്സിമം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, മറ്റു ക്ലാസ്സിനെ പോലെയല്ല ഓൺ മ്യൂട്ട് കൊടുത്തിട്ട് ക്ലാസ് എടുക്കുന്നതല്ല. ഓക്കെ, നമ്മൾ എപ്പോഴും അൺമ്യൂട്ട് ആയിരിക്കാം. ഇന്ററാക്ഷൻ ആണ്, എന്തുണ്ടെങ്കിലും സംസാരിക്കാം, ഫ്രണ്ട്ലി ആയിരിക്കാം എല്ലാവരും, എന്തുണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, കംഫർട്ടബിൾ ആണോ നിങ്ങൾ ക്ലാസ്സിൽ? ഇംഗ്ലീഷ് ക്ലാസ്സിൽ കംഫർട്ടബിൾ ആണോ? ഇംഗ്ലീഷ് ഗ്രാമർ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഗ്രാമർ ആണെന്ന് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഗ്രാമർ ആണ്, അതിനുശേഷം ടോപ്പിക് പ്രസന്റേഷൻ വരും, അല്ലാതെ പ്രസന്റേഷൻ കാര്യങ്ങളുണ്ട്, പ്രാക്ടീസ് സെഷൻ ഉണ്ട്. മാക്സിമം ഇതെല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, എനിക്കതേ പറയാനുള്ളൂ. കാരണം ഒരുപാട് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ഈ കാണുന്ന സ്ട്രെങ്ത് ഞാൻ അങ്ങോട്ട് പോകുന്നതോടെ ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, യെസ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടോ? ചുമ്മാ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം, പറയൂ. ഫസ്റ്റ് തന്നെ ഞാൻ ക്ലാസ് എടുക്കില്ല കേട്ടോ. ക്ലാസ് വേണമായിരുന്നോ? എന്താ മിണ്ടാത്തെ? ഇതാണ് ഇനി അങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിട്ടുള്ളത്, അങ്ങേക്ക് സംസാരിക്കാൻ പറ്റുന്നത് ഓപ്പോസിറ്റ് ഉള്ള ആളോ നീ വലിയ ഇംഗ്ലീഷുകാരനല്ലേ എന്നുള്ളൊരു വർത്താനം പറയുന്നത് കൊണ്ട് മൂപ്പർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് അധികം ഇംഗ്ലീഷ്. പക്ഷെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ, നന്നായിട്ട് എഴുതും, നന്നായിട്ട് ഗ്രാമറൊക്കെ അച്ചട്ടായിട്ട് അറിയാം. പക്ഷെ എനിക്ക് സീറോ, ഞാൻ ഗ്രാമറിന്റെ കാര്യത്തിൽ സീറോ ആണ്. അതായത് 100% സീറോ ആണ്. എനിക്ക് അറിയില്ല ഒരു സെന്റൻസ് എഴുതിയിട്ട് ഇത് ഇന്ന രീതിയിലാക്കണം എന്ന് എനിക്കറിയില്ല. പക്ഷെങ്കിൽ ഞാൻ കലപിലാണ് ഇംഗ്ലീഷ് സംസാരിക്കും. വഴി പൊട്ടത്തേക്കും ഉണ്ടാവും, ശരിയും ഉണ്ടാവും ചില സമയത്ത്. പറയാൻ കാണിക്കുന്ന ഒരു ധൈര്യമില്ലേ, അത് അങ്ങനെ എല്ലാവരും കിട്ടുന്നതല്ല. ഞാൻ എന്റെ ക്ലാസ്സിൽ പറയുന്നതാണ്, പ്രസന്റേഷൻ ടൈമിൽ ഗ്രാമർ പഠിച്ച് എല്ലാം പഠിപ്പിച്ച് വന്ന് ലാസ്റ്റ് പ്രസന്റേഷൻ ടൈമിൽ വരുമ്പോ ഒരു ടോപ്പിക് കൊടുത്താല് സംസാരിക്കില്ല, ഒരാള് സംസാരിക്കില്ല. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ മിസ്റ്റേക്സ് ആണ് പറയുന്നത്, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും ഫസ്റ്റ്. അല്ലാതെ ആരും പെർഫെക്റ്റ് അല്ല. മിസ്റ്റേക്സ് ആണ് നിങ്ങൾ പറയുന്നത് ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്ത് വേണമെങ്കിലും പറയും, പൊട്ടത്തരാണെങ്കിൽ പൊട്ടത്തരം പറയും എന്ന് പറഞ്ഞാൽ പോലും സംസാരിക്കേണ്ടവരാണ് മിക്കവരും. മനസ്സിലായോ? അതാണ് പിന്നെ വേറൊരു കാര്യം, കുറെ ഇപ്പൊ ശ്രേയ കുറച്ച് റോസ്മേരി ഇതൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞു. ഇംഗ്ലീഷ് പറയുമ്പോ ഇനിയിപ്പോ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർ ഇരിപ്പുണ്ടാകും. അപ്പൊ അവര് വിചാരിക്കുന്നുണ്ട് അവർ ഇംഗ്ലീഷ് പറയുന്നത് ഞാൻ പറയുമ്പോ അവരെന്ത് വിചാരിക്കും? അങ്ങനെയുള്ള ചിന്താഗതിയുള്ള കുറച്ച് സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ്സിലുണ്ട്. പക്ഷെ അവരെല്ലാം കോഴ്സ് കഴിയുമ്പോൾ ആ ഒരു
ലാസ്റ്റ് ടൈമൊക്കെ ആവുമ്പോഴാണ് മാക്സിമം പുഷപ്പ് ചെയ്ത് സംസാരിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിക്കാണ്ട് നിങ്ങൾ ആക്റ്റീവ് ആയിട്ടിരിക്കുക. ക്ലാസ്സിൽ എപ്പോഴും ആക്റ്റീവ് ആയിട്ട് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഓക്കെ എനിക്ക് അറിയില്ല, അത് ഒന്ന് പറയാം. സംസാരിക്കാൻ അറിയില്ല, ഓപ്പൺ ആയിട്ട് പറയാം, ട്രൈ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യാം. ഓക്കെ, മാം ഞാനത് ജസ്റ്റ് ഒരു ലാംഗ്വേജ് ആയിട്ടാണ് എടുക്കുന്നത്. ജസ്റ്റ് കമ്മ്യൂണിക്കേഷനുള്ള ഒരു ലാംഗ്വേജ്. അതിനെ ഞാൻ പേടിക്കുന്നേ ഇല്ല. ഞാൻ പൊട്ടത്തരം പറഞ്ഞാലും അതിൽ ഇന്ന സാധനമാണ് ഓപ്പോസിറ്റുള്ള ആൾക്ക് മനസ്സിലായാൽ മതി. അത് അയാൾ മനസ്സിലായിട്ട് തിരിച്ച് റിപ്ലൈ തരുന്നുണ്ട്, അതാണ് എന്റെ വിജയം. ഞാൻ അതോ നോക്കിയിരിക്കുന്നത്. അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ ഞാൻ നോക്കാറില്ല. അപ്പോ ഞാൻ സംസാരിക്കുന്നില്ല. ഇപ്പൊ എനിക്ക് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് ഞാൻ ഒരാൾക്ക് പറയണമെങ്കിൽ ഞാനത് സെന്റൻസിൽ ഗ്രാമറും ഇതൊക്കെ നോക്കിയിട്ട് പറയാൻ ഞാൻ നിൽക്കൂല. ഐ വാണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ. അത് അയാൾക്ക് മനസ്സിലായി, എനിക്കൊരു ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അതിലിപ്പോ ഞാൻ ഗ്രാമർ നോക്കി മറ്റേത് നോക്കി സംസാരിക്കാൻ നിന്നാ കുറെ നേരം എടുക്കും. ഓപ്പോസിറ്റ് ഉള്ള ആളൊരു പിന്നെ ഇംഗ്ലീഷ് അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്തായാലും എനിക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടും. എനിക്ക് അത്രയല്ലേ വേണ്ടു, എന്റെ ആവശ്യം നടന്നു, ഒരു ഗ്ലാസ് വെള്ളം കിട്ടി. ഞാൻ ഉദ്ദേശിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്റെ ഹസ്ബൻഡ് ആ ഒരു ധൈര്യമില്ല. അദ്ദേഹം അത് ചെക്ക് ചെയ്ത് പിടിച്ചൊക്കെ സംസാരിക്കുള്ളൂ. പക്ഷെ ഇപ്പൊ നന്നായിട്ട് സംസാരിക്കും ആള്. പുറത്ത് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ എന്നോട് ഇന്ന് സംസാരിക്കും ഇങ്ങനെ, എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് ഫ്ലുവന്റ് ആക്കണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറൊന്നുമല്ല, എനിക്ക് സംസാരിക്കാൻ, നിങ്ങൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ ഇരുന്ന് സംസാരിക്കും. അതുകൊണ്ട് നമ്മൾ രാത്രി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ പറ ഇംഗ്ലീഷ് ചാറ്റ് ചെയ്ത് കോമഡി ആയിരിക്കും ചാറ്റിംഗ് ഒക്കെ ഇടക്ക്. അത് കണ്ടു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഒരാൾ ചിരിച്ചു പോകും, വേറൊരാൾ കാണുവാണെങ്കിൽ. ഞാൻ അത്രക്ക് കോമഡി ആയിരിക്കും. അങ്ങനെ കറക്റ്റ് ഗ്രാമറൊക്കെ ആക്കി മറിച്ചും ചെയ്ത് ഞാൻ പറഞ്ഞു വോയിസ് അയക്കുക, എന്നാലേ അതിന്റെ ശരിയായിട്ടുള്ള രീതിയിൽ പറയാൻ പറ്റുള്ളൂ. ഇനി ചാറ്റ് മെസ്സേജ് അയക്കുക. അതാണ് ഞാനും ഓറും. അതിന് ശേഷമാണ് ഇങ്ങനെ വോയിസ് ആയിട്ട് ഇംഗ്ലീഷ് അയച്ച് ഇങ്ങനെ മെസ്സേജ് അയക്കാൻ തുടങ്ങിയത്. പിന്നെ എന്റെ ഫ്രണ്ടും അതിൽ ഇൻവോൾവ് ആയി. അവൾക്കും ഇംഗ്ലീഷ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവള് ഇരിക്കുന്നത് ലണ്ടനിൽ അങ്ങോട്ടാണ്. അപ്പൊ അവൾക്ക് അവളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ എന്നോട് വോയിസ് അയച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കും. നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്കും അയക്കും. ഞാനും അയക്കും ഓളും അയക്കുമ്പോൾ രണ്ടും പൊട്ടത്തെറ്റായിരിക്കും. പക്ഷെ എങ്കിൽ പിന്നീട് ഡെവലപ്പ് ആയി വരും. അതിപ്പോ നമ്മള് ഇവിടുന്ന് പുറത്തോട്ട് പോയാല് ഏത് ഗ്രാമർ അറിയാത്തവരും ഇംഗ്ലീഷ് സംസാരിക്കും, കാരണം അത് നമ്മുടെ ആവശ്യമാണ്. മനസ്സിലായോ? പക്ഷെ നമുക്ക് ഇപ്പോ നിലവിലെ ഒരു ഹൗസ് വൈഫ്സ് ആണ്, നമുക്ക് ഇംഗ്ലീഷ് അത്ര ആവശ്യമില്ല എന്ന് കാണുമ്പോൾ നമുക്ക് സംസാരിക്കാൻ നമ്മൾ അതിനനുസരിച്ച് എഫോർട്ട് എടുക്കുന്നില്ല. അതൊക്കെയാണ്. ഓക്കെ, ഇപ്പോ ഇപ്പോ പ്രൊഫഷണൽ ആണെങ്കിലും അല്ലാണ്ട് ആണെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് ആവശ്യമാണ് എന്ന് കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും നമ്മളത് കൺവേ ചെയ്യണം. ഓക്കെ, അത്രേ നമ്മുടെ മൈൻഡിലുള്ളൂ. ആ ടൈമിൽ അത്രേ ഉള്ളൂ മൈൻഡിൽ. അല്ലാണ്ട് അത് അവർ പറയുമ്പോൾ ഇത് വിചാരിക്കും എന്നൊന്നും കാര്യങ്ങളൊന്നുമില്ല. ഫ്രീ ആണ് എന്ന് മനസ്സിലാക്കി എടുക്കണം. എനിക്ക് അത് എന്റെ ആവശ്യം നടക്കണം എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. സോ അതിനുവേണ്ടി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഇവിടെ കോഴ്സിലും ഇപ്പോ എന്നോട് കാണിച്ചാലും മതി, അങ്ങനെ ഒന്ന് സംസാരിച്ചാലും മതി. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്തവർ പോലും കുറച്ചെങ്കിലും കോൺഫിഡൻസ് ക്ലാസ്സിൽ നിന്ന് ഇപ്പൊ ഈ കോഴ്സിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, കോൺഫിഡൻസ് കുറവുള്ളവർ ക്ലാസ്സിലുണ്ടോ? എല്ലാവരും നോ പോയിട്ടുണ്ടോ? ഉണ്ടോ? കോൺഫിഡൻസ് ഇല്ലാത്തവരുണ്ടോ? ഇംഗ്ലീഷ് അറിയാം, ഗ്രാമർ അറിയാം, എല്ലാം അറിയാം, കോൺഫിഡൻസ് ഇല്ല. അപ്പൊ പോയില്ലേ, ഇത്രയേ ഉള്ളൂ. യെസ്, കോൺഫിഡൻസ് ഇല്ല. വെരി ഗുഡ്. അതുകൊണ്ടാണ് സംസാരിക്കാനേ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പോലും സംസാരിക്കുന്നത് അതുകൊണ്ടാണോ? യെസ്, കുറവാണ്, കോൺഫിഡൻസ് കുറവാണ്. എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. പക്ഷേ ഗ്രാമറില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കോൺഫിഡൻസ് ഇല്ല, പിന്നെ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? എല്ലാവരും ചെയ്യുന്നതാണ്. ഇപ്പൊ വാട്സപ്പിലാണെങ്കിൽ ടെക്സ്റ്റ് ചെയ്യും. ഓക്കെ, അത് അത്ര നല്ലൊരു കാര്യമല്ല. ടെക്സ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആലോചിക്കാൻ ടൈം കിട്ടുന്നുണ്ട്. മെസ്സേജ് ടെക്സ്റ്റ് ചെയ്യും, ഇംഗ്ലീഷ് അറിയാം, ഗ്രാമർ അറിയാം, ടെക്സ്റ്റ് ചെയ്യാം, എളുപ്പമാണ്. പക്ഷെ ഒന്ന് വോയിസ് അയച്ചു നോക്കിയാൽ നിങ്ങള് നമ്മുടെ മുഖത്തിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റി വരില്ല. ഏതൊരു ലാംഗ്വേജും അത് യൂസ് ചെയ്യണമെങ്കിൽ ഒരു ഫ്ലെക്സിബിലിറ്റി വരണം, അല്ലെങ്കിൽ വെള്ളി വീഴും. അല്ലേ? ശരിയല്ലേ? സോ ഇനി ഗ്രാമർ അറിയാം എന്ന് പറയുന്നത് മെസ്സേജ് അയക്കുമ്പോ വോയിസ് അയക്കാൻ നോക്കാം കേട്ടോ. യെസ്, അതെനിക്കറിയാം. കൂടുതൽ എല്ലാവരും ടെക്സ്റ്റ് ആയിരിക്കും ചെയ്യുക. അത് ഒബ്വിയസ്ലി എന്നോ
ഓക്കെ, എന്തോ ആരും ഒന്ന് പറയാമെന്നല്ലോ. ഇല്ല. ഓക്കെ, ഒരു കാര്യം ചോദിക്കട്ടെ, കംഫർട്ടബിൾ ആണോ ക്ലാസ്സിൽ? ഇംഗ്ലീഷ് ക്ലാസ് കംഫർട്ടബിൾ ആണോ, കൂൾ ആണോ? റിലാക്സ് ചെയ്തിരിക്കുക. ഓക്കെ, ഓക്കെ ആണോ എല്ലാവർക്കും? മാം കൂൾ ആണ്, ഓക്കെ ആണ്. ഓക്കെ ആണ് മാം. ഓക്കെ ആണ് മാം. ക്ലാസ് ഫുൾ ഇംഗ്ലീഷ് ആണെന്നുള്ള അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഫുൾ ഇംഗ്ലീഷ് ആണ് എന്നൊരു പേജ് എല്ലാവരും പണ്ട് അല്ലെ ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യും. ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കും, ഇന്ന് ടെൻഷൻ അടിച്ച് കയറുന്നവരുണ്ട് ക്ലാസ്സിൽ. ഇനി ഫുൾ ഇംഗ്ലീഷ് ആണെങ്കിൽ എന്നോട് ഇംഗ്ലീഷിലൊക്കെ ചോദിച്ചു ഞാൻ എന്ത് പറയും? അങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ച് ക്ലാസ്സിലുള്ള ചിലപ്പോ ഉണ്ടാകാം. ഉണ്ടോ അങ്ങനെ? ഞാനൊക്കെ അങ്ങനെയായിരുന്നല്ലോ. ഞാൻ അങ്ങനെയാണ് മാം. ഞാൻ അങ്ങനെയല്ല, കൂട്ടുണ്ട് എനിക്ക്. ഞാനും അങ്ങനെ. അതെ, ഇനിയുണ്ടോ ആരെങ്കിലും അങ്ങനെയുള്ളവരുണ്ടോ? പേടിച്ച് ഇനി ഫുൾ ഇംഗ്ലീഷ് ആണോ എന്ന് പേടിച്ച് വന്നവരുണ്ടോ? കയറിയപ്പോഴാണ് മനസ്സിലായത്, ഓ മിസ് ഫുള്ള് മലയാളമാണല്ലോ, അത് ഇംഗ്ലീഷ് ക്ലാസ് തന്നെയാണോ എന്നൊരു സംശയം. ഹലോ മാം. യാ ഹലോ, ഞാൻ അമ്പിളി, ഞാൻ കണ്ണൂരാണ്. ഞാൻ ഇപ്പോഴാണ് ഒരു അരമണിക്കൂറേ ആയിട്ടുള്ളൂ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട്. അപ്പൊ മാം പറയുന്നൊക്കെ കേട്ടു. ഞാനും ഒരു എന്താ പറയണ്ട കുറച്ച് കരിയർ ബ്രേക്ക് ആയിട്ടുള്ള വീട്ടമ്മയാണ്. 2 കുട്ടികളാണ്. ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് കേട്ടാലൊക്കെ മനസ്സിലാവും, പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ഇതുണ്ട്. ഇപ്പൊ മാമിന്റെ ക്ലാസ് കേട്ടാലും കുറച്ചൊക്കെ കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ. അപ്പൊ കോൺഫിഡൻസ് ഇല്ലാതെ ആരും ക്ലാസ്സിൽ ഇരിക്കണ്ട. ഓക്കെ, ഇംഗ്ലീഷ് പഠിപ്പിക്കണം എന്ന് മാത്രമല്ല കേട്ടോ, നമുക്ക് ഈ കോൺഫിഡൻസ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് എന്നല്ല ഏത് ലാംഗ്വേജും പറയാൻ പറ്റും. മനസ്സിലായോ? വിതൗട്ട് എനി ഗ്രാമർ. ഗ്രാമർ പോലും നോക്കാണ്ട് നമ്മൾ സംസാരിക്കും. അതെന്താണ്? നമുക്ക് അത്രയും ധൈര്യം ഉള്ളതുകൊണ്ടാണ്, കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ലെവലെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് നമ്മുടെ കോഴ്സിൽ നിന്ന് ഇൻക്രീസ് ചെയ്യാൻ പറ്റണം. ചെറിയ ആഗ്രഹം വന്നിട്ടില്ല. ഓക്കെ, ഞാൻ പറയൂ. ഇന്നെന്തിനാ പറയാനുണ്ടോ? ചുമ്മാ പറയുന്നേ, ഞാൻ ശ്രദ്ധ സംസാരിച്ചിരിക്കാം. ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റണം. അതാണ് കോൺഫിഡൻസ് ഇല്ലേ. ഓ റെഡിയാണ്, പഠിക്കാൻ റെഡിയാണ്. ഞാൻ പേര് നോട്ട് ചെയ്തിരിക്കും. സിബില, സിബില എന്നാണോ പേര്? അതെ അതെ. ഞാൻ നോട്ട് ചെയ്യാം. ഞാൻ മലപ്പുറത്താണ്. ഞാൻ BA സോഷ്യോളജി കഴിഞ്ഞു. അപ്പം മോളൊക്കെ ഉള്ളതുകൊണ്ട് എവിടെയും പോവാതൊക്കെ ഇരിക്കുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് കേട്ടത്. അപ്പം പെട്ടെന്നൊരു ജോലി കിട്ടാന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടെ നല്ലൊരു ജോലി കിട്ടാന്നാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഏറ്റവും മുന്നിലിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. ഹോസ്പിറ്റൽസ് ഒക്കെ ആവുമ്പം നമുക്ക് സംസാരിക്കേണ്ടി വരുമല്ലോ. പിന്നെ സംസാരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം. അത് വേർഡ് എവിടെയാണ് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ. അതാണ്. അപ്പൊ ഇംഗ്ലീഷ് എല്ലാവർക്കും പറയണം, അല്ലാതെ പേടിയാണ്. ആ പേടി വരാൻ കാരണം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? എന്താണ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോ അല്ലെങ്കിൽ സംസാരിക്കണമെന്ന് ആഗ്രഹം വരുമ്പോ എന്തുകൊണ്ട് എനിക്ക് ഒരു പേടി വരും? എന്തായിരിക്കും റീസൺ? എന്തായിരിക്കും? ആരെങ്കിലും പറയോ? അറിയാത്തതുകൊണ്ട്. കോൺഫിഡന്റ് ഇല്ലായ്മയാണ്. കോൺഫിഡൻസ് ഇല്ലായ്മ. ഓക്കെ, ശരിക്കുള്ള പേടി ഓപ്പോസിറ്റുള്ള ആൾ എന്ത് വിചാരിക്കുന്നു. ഏതോ ഓപ്പോസിറ്റ് ഉള്ള ആൾ എന്ത് വിചാരിക്കും? നമുക്ക് ചെയ്യാനും അറിയാം, പറയാനും അറിയാം, പക്ഷെ ഓപ്പോസിറ്റുള്ള ആൾ എന്ത് വിചാരിക്കുന്നു. നിന്റെ ഇംഗ്ലീഷ് പരമ ബോറാന്ന് പറഞ്ഞാൽ തീർന്ന്, പിന്നെ വായു തുറക്കൂല ഒരാൾ ഇംഗ്ലീഷ്. നമ്മൾ ആക്സെപ്റ്റ് ചെയ്താൽ പോരെ. എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, എനിക്ക് ഗ്രാമർ അറിയില്ല, പക്ഷെ ഞാൻ സംസാരിക്കും. അടത്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല, അതങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ എല്ലാ മലയാളീസിന്റെയും പ്രശ്നമാണ്. മറ്റുള്ളവരെ വിചാരിക്കും, അപ്പുറത്തെ വീട്ടുകാരെ വിചാരിക്കും, അവരെന്ത് വിചാരിക്കും. ആ മെന്റാലിറ്റിയും മാറ്റാം. അത് നമ്മൾ ഒരിക്കലും ഒന്നും നമുക്ക് നേടാൻ പറ്റില്ല. ഓക്കെ, അത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന കാര്യത്തിൽ മാത്രമല്ല, എന്ത് കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ശരിയല്ലേ? ആ ഒരു മെന്റാലിറ്റിയും മാറ്റാം.
മാറ്റാം. ഓക്കെ. മാം ഞാനൊരു കാര്യം പറയട്ടെ. മലയാളീസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞത് ഈ ഒരു തോട്ട് തന്നെയാണ്, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, ബട്ട് അതേഴ്സ് തിങ്സ്. സോ അത് മെജോറിറ്റി ഓഫ് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ബട്ട് ഞാൻ മിഡിൽ ഈസ്റ്റിലുള്ള ഒരാളാണ്, ഞാൻ സൗദി അറേബ്യയിലാണ്. സോ സ്റ്റിൽ ഇവിടെ ഞാൻ 6 months നാട്ടിൽ വന്നിട്ടുള്ളൂ. സോ അതുകൊണ്ട് എനിക്ക് കുറെ പേര് സംസാരിക്കുന്നത് അറിയാം, ലബനീസ് ആയാലും മലേഷ്യൻ ആയാലും സൗദി ആയാലും ആരെങ്കിലും സംസാരിക്കുന്നത് അറിയാം. ബട്ട് അവരെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഇംഗ്ലീഷ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്, പക്ഷെ അവരതിൽ കോൺഫിഡന്റ് ആണ്. അവർ പറഞ്ഞ ചിലപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഗ്രാമർ ഒക്കെ നോക്കുമ്പോൾ വളരെ പൊട്ടത്തട്ടായിരിക്കും, ബട്ട് അവർ കോൺഫിഡന്റ് ആണ്. ആ കോൺഫിഡൻസ് ലെവൽ ഉണ്ടെങ്കിൽ യു ക്യാൻ അച്ചീവ് വാട്ട് എവർ. കോൺഫിഡൻസ് ആണ് വേണ്ടത്. അത് ഞാൻ പറഞ്ഞേ, ഒന്ന് സെൽഫ് ഇൻട്രോ ചെയ്യാൻ പറഞ്ഞപ്പോ കുറച്ച് പേര് മാത്രമേ റെഡിയായി വന്നു അല്ലെ. 50 above സ്റ്റുഡൻസിന് ഞാൻ അപ്പോഴും പറഞ്ഞു, മനസ്സിലായോ? ആ കഴിക്കും, അതും ഒരു കോൺഫിഡൻസ് തന്നെയാണ്. അങ്ങനെ വന്ന് സംസാരിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലീഷ് പറയണ്ട എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഇംഗ്ലീഷ് എന്നല്ല ഏതൊരു ലാംഗ്വേജും എനിക്ക് പ്രശ്നമാണ്. എന്തുകൊണ്ട്? കോൺഫിഡൻസ് ഇല്ലാത്തത്. ശരിയല്ലേ? പിന്നെ പറഞ്ഞു തെറ്റാണോ പറയുന്നത്, തെറ്റാണോ എന്നൊരു പേടി. ഇനിയിപ്പോ ഗ്രാമർ പഠിച്ചാലും നിങ്ങള് പറയോ? ഗ്രാമർ ഞാൻ പഠിപ്പിച്ചുതരാം, സംസാരിക്കും നിങ്ങള്. തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും റെഡിയാണ്. ഇപ്പൊ ഗ്രാമർ പ്രശ്നമായിരുന്നു. അതെ. പ്രശ്നമായിരുന്നു. ഓക്കെ. ഗ്രാമർ നമ്മുടെ സിലബസിന്റെ കുറ്റമാണ് കേട്ടോ. ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല, നമ്മുടെ സിലബസ് ആണ്. നമ്മൾ സിലബസിന്റെ പറയാം. നമ്മൾ പഠിച്ച കാലത്ത് ശരിക്കും ഇംഗ്ലീഷ് അത്രയും ഇമ്പോർട്ടന്റ് ആയിരുന്നില്ല. ശരിയല്ലേ? ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും പഠിച്ച ടൈമിൽ ഇംഗ്ലീഷ് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഗ്രാമർ അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമ്മള് പണ്ടെങ്കിൽ ഗ്രാമർ കോഴ്സിന് വരെയും പോയിട്ടുണ്ട് ഗ്രാമർ പഠിക്കാൻ അല്ലെ. അത്രയും അത് ഓരോ ടീച്ചേഴ്സ് ആണ് ചിലപ്പോൾ പഠിപ്പിക്കുന്നത് ഓരോ രീതിയിലാണെങ്കിൽ നമുക്ക് ബോറടിക്കും, നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അത് മൈൻഡിൽ എന്താണ്, എനിക്ക് ഗ്രാമർ ഒട്ടും അറിയില്ല, എനിക്കത് പഠിക്കാൻ പറ്റില്ല, ഭയങ്കര ടഫാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ശരിയാണോ? എന്റെ അങ്ങനെയായിരുന്നു. എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഗ്രാമർ എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ്. ടെൻസ് ഒന്നും എനിക്ക് അറിയില്ല. ഇതെങ്ങനെയാണ് ഹാവ് ഇതൊക്കെ എവിടെയാണ് വരിക, ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാ, വില്ല് ഇതൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാ. നമ്മൾ പറയും, ഓക്കെ, കൂടെ പറയുന്നുണ്ട്, ഇംഗ്ലീഷ് പറയുമ്പോ ഓക്കെ അത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്താണ് അത് മീൻ ചെയ്യുന്നത് അല്ലെ? അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരുണ്ടോ? ഉണ്ടോ? ഇല്ല, അറിയാം. തീർച്ചയായും ഗ്രാമർ ക്ലാസ് ഭയങ്കര ബോറായിരിക്കും. കാരണം അറിയില്ലാത്തത് കൊണ്ടായിരിക്കും നമുക്കത് ബോറായിട്ട് തോന്നുന്നു. മൊത്തം കൺഫ്യൂഷൻ ആയി പോകും. ഗ്രാമർ ക്ലാസ് എന്ന് പറഞ്ഞ ബോർ ക്ലാസ്സാണ്. സത്യമാണത്. പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഓപ്പൺ ആയിട്ട് എന്തും പറയാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്രാമർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. സോ അതെല്ലാം സഹിച്ചിരിക്കുക. മാക്സിമം ബോറടിപ്പിക്കാതെ ഈ ക്ലാസ് എടുക്കാൻ നോക്കാട്ടോ. ഓക്കെ, സോ നിങ്ങൾ എന്നോട് കോപ്പറേറ്റ് ചെയ്യണം നന്നായിട്ട്. എന്റെ കൂടെ ഓക്കെ. ഇതാണ് റെസ്പോണ്ട് ഒന്നും ഇല്ലാത്തത്. എന്റെ കൂടെ കൂടെ നിൽക്കോ? നിങ്ങൾക്ക് ബോറിംഗ് ക്ലാസ് വേണോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ക്ലാസ് വേണോ? അങ്ങനെയാണെന്ന് പറയോ? എല്ലാരും കൂടെ പറഞ്ഞപ്പോ ഒന്നും മനസ്സിലായില്ല. ഇന്ററാക്ഷൻ ക്ലാസ്സസ് പറ്റും. അപ്പൊ നിങ്ങൾ ഇന്ററാക്ട് ചെയ്യണം എന്നോട്. അതാണ് ഞാനിവിടെ ഇന്ററാക്ട് ചെയ്യുന്ന ക്ലാസ്സാണ് നല്ലത്. ക്ലാരിറ്റി ഇല്ല സൗണ്ടിന്. ഓക്കെ, അപ്പൊ ഇന്ററാക്ട് ചെയ്യുമ്പോ ഞാൻ മാത്രം പെട്ടെന്ന് വർത്താനം പറഞ്ഞുകൊണ്ടായില്ല, എന്നോട് എന്തെങ്കിലും പറയണം. ഓക്കെ, Of course, ma'am, we will try. Yes, ma'am. ക്ലാസ് ഇംഗ്ലീഷ് ക്ലാസ് ഓക്കെ ആണല്ലോ അവർക്ക്? ഹലോ മാം. ഓക്കെ ആണ്. Okay. ഹലോ മാം, എൻ്റെ പേര് അഞ്ജന.
ഞാൻ കൊല്ലം പരവൂരാണ് താമസം. എനിക്കൊരു മോനുണ്ട്. ഡിഗ്രി കംപ്ലീറ്റ് ആണ്. അതിനുശേഷം മോൻ ജനിച്ചതിന് ശേഷം പഠിക്കാനൊന്നും പോയിട്ടില്ല. മാം ഇംഗ്ലീഷ് ഗ്രാമറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇംഗ്ലീഷ് ഒരു മൂവി കണ്ടാലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ കട്ടിങ് കണ്ടാലോ അത് മനസ്സിലാവും, എഴുതാനും പറ്റും. പക്ഷെ സംസാരിക്കാനായിട്ട് ഒരു കോൺഫിഡൻറ് ഇല്ല. അറിയാം മാം അതിനൊരു പൊട്ട ഇംഗ്ലീഷ് ആയിരിക്കും, പക്ഷെ അത് മറ്റൊരാളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പേടിയായിരുന്നു. അപ്പൊ അന്ന് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ സ്കൂൾ ലെവലിൽ ഗ്രാമർ പഠിക്കുന്നത് അപ്പം പഠിച്ച് മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പിന്നീട് ഫ്യൂച്ചറിൽ നമുക്ക് ഗ്രാമർ അല്ലെങ്കിൽ ഇംഗ്ലീഷിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്നൊക്കെ പിന്നീടാണ് മനസ്സിലായത്. അപ്പം പഠിച്ച് മാർക്ക് വാങ്ങിക്കുക ആ ഒരു ഇതേ ഉള്ളൂ. പക്ഷെ ഈ ഗ്രാമറിന് പിന്നീടാണ് ആ ഗ്രാമറൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ പ്രോപ്പർ സ്പേസിലാണ് നമ്മളത് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പിന്നീടാണ് അത് മനസ്സിലായത്. അറിയാം ഇംഗ്ലീഷ് അറിയാം, പക്ഷെ നമുക്ക് അത് നമ്മൾ സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അത് അവരത് നമ്മൾ പറയുന്ന പൊട്ട ഇംഗ്ലീഷ് അല്ലേ എന്ന് വിചാരിച്ച് നമ്മളെ കളിയാക്കുമോ എന്നൊക്കെ ഉള്ള ഒരു വിചാരം കൊണ്ടാണ് ബേസിക്കലി എല്ലാവരും സംസാരിക്കാനായിട്ട് മടിക്കുന്നത്. ഞാനും അങ്ങനെയാണ്. എനിക്ക് അറിയാം, ഒരു മൂവി കണ്ടാലും എന്തായാലും എനിക്കെല്ലാം മനസ്സിലാവും, എഴുതാനും പറ്റും. പക്ഷെ അത് കോൺഫിഡന്റ് ആയിട്ട് ഒരാളുടെ മുഖത്ത് നോക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പേടിയുണ്ട്. നമ്മള് ഇത്രയും നാള് പഠിച്ചത് എക്സാമിന് വേണ്ടി പഠിച്ചവരാണ്. ഞാനും അതെ, എക്സാമിന് വേണ്ടിയാണ് നമ്മൾ പഠിച്ചത്. പിന്നീടാണ് അത് ഇംഗ്ലീഷ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്, ഇപ്പോഴൊക്കെ അത്രയും ഇംഗ്ലീഷ് മസ്റ്റ് ആണെന്നുള്ളത് ഇപ്പോഴൊക്കെയാണ് അല്ലെ, കുറച്ചായിട്ടുള്ളൂ. ഇനിയെങ്കിലും എക്സാമിന് വേണ്ടി പഠിക്കാതിരിക്കുക. സോ ഇംഗ്ലീഷ് എന്ന് പറയുന്ന എക്സാം നിങ്ങൾക്ക് ഇപ്പോ ഇല്ല. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സില ഇംഗ്ലീഷ് സബ്ജക്ട് എക്സാമിന് ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പഠിക്കുന്ന എക്സാമിന് വേണ്ടിയല്ല, നമ്മൾക്ക് വേണ്ടിയാണ്. ഓക്കെ, മാക്സിമം നന്നായിട്ട് പഠിക്കാൻ നോക്കുക. ക്ലാസ് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ പറയാം, മിസ്സേ ക്ലാസ് കുറച്ച് ബോറിംഗ് ആണെന്ന് എന്നോട് പറയാം. ഓക്കെ Ma'am, could you please introduce yourself once again? ഞാൻ എന്താ പറയാ, എന്റെ പേര് മാത്രം പറഞ്ഞാ പോരെ. അശ്വതി, English trainer, completed my Okay, ma'am. From IGNO University. Then that's all. പോരെ, ഇത്ര പോരെ. പിന്നെന്താണ്, ഞാൻ മാരീഡ് ആണ്. ഹാവ് എ വൺ കിഡ്. She's 4 years old now. Okay. Okay, ma'am. Thank you. Okay. Yeah. പിന്നെന്താ പറയൂ. എന്തോ പറയൂ. ഹലോ, എന്റെ പേര് ജ്യോതികൃഷ്ണ. ഓക്കെ. എനിക്ക് 19. ഞാന് ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിരുന്നു പഠിച്ചത്. അത് എനിക്ക് ചെറിയ ഓപ്പറേഷൻ വന്ന ടൈമില് ബ്രേക്ക് ചെയ്യാൻ ഇംഗ്ലീഷ് അറിയാം, അവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കളിയാക്കലുണ്ട്, ഇന്ന് അറിയില്ലാത്ത പൊട്ടത്തക്കാന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് ഗ്രാമർ അറിയാം, ഇംഗ്ലീഷ് ടോപ്പറുമാണ്, ഓക്കെയാണ്. പക്ഷെ എന്നാലും സംസാരിക്കുമ്പോ ഇപ്പം ആരും കൂടല്ല, ഞാൻ വെളിക്കത്തെ ഞാൻ തന്നെ സംസാരിച്ച് സംസാരിക്കും. വേറെ ഒരാളുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും. അങ്ങനെയാണ്. ഓക്കെ, ഇംഗ്ലീഷ് അറിയാത്തവരായിട്ട് ആരുമില്ല. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന എന്താണ് ഫോൺ, മൊബൈൽ ഫോൺ തന്നെ മതിയല്ലോ അല്ലേ. എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാൻ പറ്റും, സംസാരിക്കാനും ബുദ്ധിമുട്ട്. അതറിയാം. പക്ഷേ ആരെയും കൂടെ ഉണ്ടെങ്കിൽ, അമ്മയോ എല്ലാരും കൂടെ ഉണ്ടെങ്കിൽ അവര് പറയും, ഞാൻ പറയില്ല, ഞാൻ ബാക്കോട്ട് നിൽക്കും. പക്ഷെ അതല്ല, ഞാൻ തന്നെ ഒറ്റയ്ക്കാണെങ്കിൽ ആരോടാണെങ്കിലും ഞാൻ തന്നെ സംസാരിച്ചോളാം. ആ ലെവലിലാണ് ഞാന്. പേടിയാണോ വെച്ചാൽ പേടിയല്ല, പക്ഷെ ഞാൻ നല്ലോണം സംസാരിക്കും. ആര് കൂടെ ഉണ്ടെങ്കിലും ആ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യും. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും. ആ ഒരു പ്രശ്നം മാത്രമേ ഇംഗ്ലീഷ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഓക്കെ, ഒത്തിരി മടിയാണ് അല്ലെ. നമ്മളെക്കാൾ കുറച്ച് നോളജ് ഉണ്ടെങ്കിൽ ഒക്കെ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കും. കാരണം ഞാൻ പറയുന്നത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവില്ലല്ലോ അല്ലേ. അല്ല, ഞാനിപ്പം ഞാൻ BA സംസ്കൃതമാണ് എടുത്തത്. എനിക്ക് സംസ്കൃതത്തിൽ മാത്രമേ അറിയുള്ളൂ, എനിക്ക് മലയാളം ഞാൻ സംസാരിക്കാറില്ല. അമ്മ എന്നോട് എപ്പോഴും മലയാളം സംസാരിച്ച് പഠിക്കുന്ന പറയാറ്. സംസ്കൃതം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, അത് രണ്ടുമാണ് എനിക്ക് ചെയ്തത്. ഞാൻ മലപ്പുറം ആണ് വീട്. എനിക്കിപ്പോ പനി പിടിച്ചോട്ടെ. സംസ്കൃതം അറിയാന്നാണോ, സംസാരിക്കാൻ അറിയാം, മലയാളം അറിയില്ല എന്നാണോ?
മലയാളം ഇപ്പോഴാണ് ഞാൻ ഇത്രയും സംസാരിച്ചു വരുന്നത്. അതുവരെ ഇംഗ്ലീഷ് സംസ്കൃതം മാത്രമല്ലായിരുന്നു. ക്ലാസ്സിൽ സംസ്കൃതം പറയുന്നുണ്ടോ? ഒട്ടും അറിയില്ല. ഇല്ല, ഞാനിപ്പം ആ കോളേജിൽ നിന്ന് അത് ബ്രേക്ക് ചെയ്തു. എനിക്കിപ്പോ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിനാല് എനിക്ക് പിന്നെ അത് പഠിക്കാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പം നെക്സ്റ്റ് ഇയർ ഒന്നും കൂടി ഡിഗ്രിയാണ് ഞാൻ ഇപ്പൊ സെക്കൻഡ് ഇയർ സംസ്കൃതം പഠിച്ചത്. ഇനിയിപ്പോ അത് ബ്രേക്ക് ചെയ്തിട്ട് ഇനി BSc സൈക്കോളജി എടുക്കാൻ പോവാണ് ഡിഗ്രിക്ക്. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട്? കൂളായിരുന്നു അവര്? റിലാക്സ്ഡ് ആണോ? ക്ലാസ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോ ഉള്ള ഒരു എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എങ്ങനെയാണ്? ഹലോ മാം. ഹലോ ശരി. മാം, എൻ്റെ വീട് എറണാകുളത്താണ്. ഞാൻ ബികോം ഗ്രാജുവേറ്റ് ആണ്. അതുകൂടാതെ ഡിപ്ലോമ കഴിഞ്ഞു. അത് കഴിഞ്ഞ് മാരേജ് ആയിരുന്നു. 1 ഇയർ ജോലിക്ക് പോയി. ഇപ്പോൾ ലെൻസിന് ഇൻഫെക്ഷൻ ആയിട്ട് ഇരിക്കുന്നു. റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ സമയത്താണ് ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് അറിയുന്നത്. വെറുതെ ഇരിക്കണ്ടല്ലോ, നമുക്കൊരു കോഴ്സ് പഠിക്കാം, അത് നമ്മുടെ കയ്യിലുള്ള ഒരു മൂലധനമാണല്ലോ എന്ന് ഓർത്തിട്ട് എടുത്തു. ജോലിക്ക് പോണം. പിന്നെ ഇയർ ഗ്യാപ്പ് ചെറുതായിട്ട് വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അതും കൂടി നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് പോവുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ മാമിന്റെ ക്ലാസ്സിൽ ഫസ്റ്റ് നമ്മൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഫുൾ ഇംഗ്ലീഷ്, ഓക്കെ ഇംഗ്ലീഷ് ആയിരിക്കും മൊത്തം. അപ്പൊ പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്ത് ഓരോരുത്തർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കൂളായിട്ടുണ്ട്. പോകെ ഒക്കെ ശരിയാകും. നമ്മൾ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. അപ്പൊ അതിൻ്റെതായ കുറച്ച് ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന നമ്മൾ പഠിച്ച കാലഘട്ടത്തില് വളരെ എന്താ പറയാ, ഗ്രാമർ പഠിപ്പിക്കുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, മാർക്ക് മേടിക്കുക, ഇത് തന്നെയായിരുന്നു. പക്ഷെ അത് അവര് തന്നെ നമ്മള് എന്താ പറയാ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അപ്പൊ അത് ഫിൽ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളെ ഒന്ന് സംസാരിപ്പിക്കാനോ അങ്ങനെയൊന്നും അവര് കൂടുതലായിട്ട് നോക്കിയിട്ടില്ല. പിന്നെ നമ്മള് ജീവിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഓരോരോ മാറ്റങ്ങൾ വരുമ്പോ ചുറ്റുള്ളവർ നമ്മളോടത്ത് ഇന്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ ഇംഗ്ലീഷിൽ, അപ്പൊ നമ്മള് മാത്രം ഇങ്ങനെ നിൽക്കുമ്പോ ഒരു വല്ലാത്തൊരു ഫീലിങ്സ്. പക്ഷെ നമുക്ക് അറിയാം, നമ്മളടുത്ത് ആരെങ്കിലും പറയണതാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതുകൂടാണ്ട് ഇംഗ്ലീഷ് കാണുമ്പോൾ നമ്മൾ വായിക്കുമ്പോഴൊക്കെ മനസ്സിലാവും. എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം, പക്ഷെ തുറന്ന് സംസാരിക്കാൻ ഒരു മടി, ഉള്ളിലൊരു കോൺഫിഡൻസ് ഇല്ലായ്മ. നമ്മൾ പറയുന്നത് തെറ്റാണോ, നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ളവരല്ലേ, പൊട്ടത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഇമേജ് പോകൂലോ എന്നൊക്കെ ഓർത്തുണ്ട്. പക്ഷേ അതൊന്നും വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, ഇപ്പൊ അതൊക്കെ മാറ്റേണ്ട സമയമാണല്ലോ. അപ്പൊ മാമിന്റെ ക്ലാസ്സിൽ ഇതുവരെ എല്ലാരും പറയണ കേട്ടിട്ട് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കൂടുതൽ നമുക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് അറിയാൻ പറ്റും. സംസാരിക്കാനുള്ള കോൺഫിഡൻസ് നമ്മൾ തന്നെയായിട്ട് ഉണ്ടാക്കി എടുത്താൽ മതി, എല്ലാം നടക്കും. ഓക്കെ, എല്ലാവരും പറയുമ്പോ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് ഭയങ്കര ഇംഗ്ലീഷ് ആയിരിക്കും. ഇംഗ്ലീഷ് എന്ന് പറയുന്നു, ഓക്കെ അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ടീച്ചർ സെന്റേർഡ് എഡ്യൂക്കേഷൻ ഒക്കെ അവസാനിച്ച കാലങ്ങളായിരുന്നു, അവസാനിച്ചിരിക്കുന്നത്. ഇപ്പൊ സ്റ്റുഡന്റ് സെന്റേർഡ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ മാക്സിമം നിങ്ങൾ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ നോക്കും ക്ലാസ്സിൽ. അത് ടീച്ചർ സംസാരിക്കുന്നുണ്ടോ, അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, അതൊന്നല്ല. ഓക്കെ, ഞാനിപ്പോ നിങ്ങളോട് ഇംഗ്ലീഷിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന് റിപ്ലൈ ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വേണം, ശരിയല്ലേ? ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോലും ചിലരൊന്നും മിണ്ടില്ല. എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയുന്നുണ്ടോ, ഇങ്ങോട്ട് റെസ്പോൺസ് ഉണ്ടാവില്ല. അതേസമയം ആ ക്വസ്റ്റ്യൻ ഒരു മലയാളത്തിലാണെങ്കിൽ ഓക്കെ കംഫർട്ടബിൾ ആണ്, മലയാളത്തിൽ സംസാരിക്കും. ഇപ്പോഴും ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിച്ചിരുന്നുവെങ്കിൽ ഇത്രയും പേരൊന്നും എന്നോട് സംസാരിക്കില്ലായിരുന്നു. കറക്റ്റ്? സംസാരിക്കായിരുന്നോ? പേടിയായിരിക്കും. എല്ലാവരും ഇംഗ്ലീഷ് പേടിച്ചാ വരുന്നത്. പിന്നെ ടീച്ചർ കൂടി ഇംഗ്ലീഷ് പറഞ്ഞ പിന്നെ ആരെങ്കിലും സംസാരിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താണ് കൂളാവാ, നമുക്ക് മലയാളത്തിൽ സംസാരിക്കാമേ. മലയാളം പഠിച്ച് നമുക്ക് ഗ്രാമർ പഠിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്തായാലും ഞാൻ സംസാരിപ്പിച്ചിരിക്കും. ഓക്കെ, ടീച്ചർ ഇംഗ്ലീഷ് ശ്രുതി അൺമ്യൂട്ട് ചെയ്യുമ്പോ എന്റെ സൗണ്ട് ഞാൻ തന്നെ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ ഇംഗ്ലീഷ് സംസാരിക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ക്ലാസ്സിൽ ഫുള്ള് ഞാൻ പറഞ്ഞോളാം. ഓക്കെ, അതിന് എനിക്കെന്താ ഗുണം, ഞാൻ ഫ്ലുവന്റ് ആണ്.
പക്ഷെ നിങ്ങൾ ഫ്ലുവന്റ് ആവും. നിങ്ങൾ ഫ്ലുവന്റ് ആവണമെങ്കിൽ നിങ്ങൾ തന്നെ പറയണം. ടോപ്പിക് പ്രസന്റേഷന്റെ ടൈം വരുമ്പോ മാക്സിമം പ്രസന്റ് ചെയ്യാൻ നോക്കാട്ടോ. ഇപ്പൊ തന്നെ നോക്കൂ 50 എബോ സ്റ്റുഡൻസ്, ഇപ്പോ നിസ്സാരേ ഉള്ളൂ 45 എബോ സ്റ്റുഡൻസ് ഇപ്പോൾ. ഓക്കെ, ഇതുപോലെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കും, ഓരോ ക്ലാസ് കഴിയുന്നതോറും കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഓക്കെ, സോ ഇംഗ്ലീഷ് പഠിക്കാൻ സംസാരിക്കാൻ അത്രയും ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രമേ ക്ലാസ്സിൽ അവസാനം വരെ ഉണ്ടാവുള്ളൂ. മാക്സിമം എല്ലാവരും ലാസ്റ്റ് വരെ ജോയിൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, അറിയാം, എനിക്ക് എല്ലാ ഗ്രാമറിൽ പോലും ജോയിൻ ചെയ്യാം, നമുക്ക് ഇന്ററാക്ട് ചെയ്യാം, സംസാരിക്കാം. ഓക്കെ, ഇപ്പോ ക്ലാസ്സില് ഒരാളുള്ളെങ്കിൽ പോലും ഞാൻ ക്ലാസ് എടുക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. കാരണം ആ ഇരിക്കുന്ന ഒരാൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം പറയണം എന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരിക്കാം. സോ ആ ഒരു വ്യക്തിക്ക് പോലും ഞാൻ ക്ലാസ് എടുക്കും. എനിക്ക് എന്റെ ഉദ്ദേശം നിങ്ങളെ സംസാരിപ്പിക്കണം എന്നാണ്. കോൺഫിഡൻസ് ആയിട്ട് ഒരു സെന്റൻസ് കോൺഫിഡന്റ് ആയിട്ട് സംസാരിപ്പിക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ വേറൊരു ഗ്യാരണ്ടി എനിക്ക് തരുന്നില്ല കേട്ടോ. നിങ്ങള് വെസ്റ്റേൺകാരെ പോലെ അല്ലെങ്കിൽ അത്രയും നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിപ്പിക്കും എന്ന് ഞാൻ പറയില്ല ഒരിക്കലും. കാരണം അതെന്റെ കയ്യിലല്ല. എന്നെ കൊണ്ട് പറ്റുന്നത് നിങ്ങളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാം, അത്യാവശ്യം നന്നായിട്ട് ഗ്രാമർ പഠിപ്പിക്കുക, ഇതൊക്കെ ഞാൻ ചെയ്തു തരും. പക്ഷെ നിങ്ങളെ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കും എന്ന് പറയുമ്പോ ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. അത്യാവശ്യം ലിമിറ്റ്സ് ഉണ്ട് എനിക്ക്. കാരണം എനിക്ക് നിങ്ങളെ കാണാൻ പോലും പറ്റുന്നില്ല. എനിക്ക് കാണുന്ന പ്രൊഫൈൽ പിക്ക് കാണാം, പ്രൊഫൈൽ നെയിം കാണാം. നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് അറിയാൻ പറ്റൂ. ഓക്കെ, സോ ഇംഗ്ലീഷ് പഠിക്കുന്ന നിങ്ങൾ സംസാരിക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നണം ഓക്കെ ഞാൻ സംസാരിക്കാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം, ശരിയല്ലേ? അപ്പോ ഇവിടെ കൂടുതലും ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് എഫേർട്ട് എടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിനെ ഹാർഡ് വർക്ക് ചെയ്യണം, ശരി പറ്റൂ. ഓക്കെ, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും എന്നൊരു ഗ്യാരണ്ടി എനിക്ക് പറയാൻ പറ്റില്ല, ശരിയല്ലേ? ഞാൻ പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോ മാക്സിമം ഇന്ററാക്ട് ചെയ്യാം, റെസ്പോണ്ട് ചെയ്യാം, ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാം. ഏറ്റവും നല്ലതാണ് നമുക്ക് ഫ്രണ്ട്ലി ടൈം ക്ലാസ് മതി. ഓക്കെ, അല്ലാതെ പൊതുവെ കാണുന്ന ഇംഗ്ലീഷ് സ്ട്രിക്ട്ലി ഇംഗ്ലീഷ് സംസാരിച്ച് അങ്ങനെ ക്ലാസ് ഒന്നും ക്യാഷ്വൽ ആയിട്ടിരിക്കാം, കൂളായിട്ടിരിക്കാം, ക്ലാസ് ചെയ്തിരിക്കാം, ഇംഗ്ലീഷ് ഓടിക്കാം, ഇത് മതി. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നാളെ അടുത്തത് നാളെയാണ് ഇംഗ്ലീഷ് ക്ലാസ്, നാളെയാണ്. നന്നായിട്ട് ആക്റ്റീവായിട്ട് വരാം. ഓക്കെ, പഠിപ്പിക്കുമ്പോ എല്ലാ ദിവസവും ഉണ്ടാവോ ക്ലാസ്? ഇല്ല, എല്ലാ ദിവസവും വേണോ? എല്ലാ ദിവസവും വേണം. ഇംഗ്ലീഷ് ഓക്കെ, എന്തോ പറയാൻ പറ്റില്ലേ? അപ്പൊ നാളെ വരുമ്പോ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ബേസിക് ആയിട്ട് എടുക്കാം. എനിക്കിതൊക്കെ അറിയാം എന്ന് വിചാരിച്ചിരിക്കണ്ട. പക്ഷെ ഞാൻ എടുക്കുമ്പോ നമ്മൾ ഫസ്റ്റ് തുടങ്ങി പോകാം, A to Z തുടങ്ങി പഠിക്കണം അല്ലെ, ഫസ്റ്റ് A തുടങ്ങി പഠിക്കണം. അപ്പൊ അങ്ങനെ ഞാൻ പഠിപ്പിക്കുള്ളൂ. ഇതൊക്കെ അറിയാമെങ്കിൽ ഓക്കെ, നിങ്ങൾ അതിന്റെ ഒപ്പം റെസ്പോണ്ട് ചെയ്യാം, ഫോർ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നാളെ ആക്റ്റീവായിട്ട് വരാം, നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാം, ഫുള്ളായിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. എന്താ പറയാ? ഓക്കെ അല്ലേ? കൂളല്ലേ? ഓക്കെ ഓക്കെ നല്ല ഓക്കെ മാം. ശ്രുതി പറയാനുള്ളത് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞതിന് ശേഷം മ്യൂട്ട് ചെയ്യാട്ടോ. കാരണം എന്റെ സൗണ്ട് ഞാൻ തന്നെ കേൾക്കുന്നു. ഓക്കെ, അപ്പൊ ഓക്കെ ഓക്കെ മാം. ഓക്കെ, എല്ലാവർക്കും അപ്പോ ഇംഗ്ലീഷ് ടീച്ചർ ആസ് എ ടീച്ചർ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ ആണ് മാം. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? യെസ് മാം, ഓക്കെ ആണ്. യെസ് മാം. Thank you. Okay, so thank you all. Let's wind up today's class. See you on the next class. Okay, bye. Bye all. Thank you. Thank you, ma'am. Thank you, ma'am.
Thank you, ma'am. Bye. Thank you, ma'am.